അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വലിയ ലാഭവുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയുടെ ഭൃത്യനായ മൈസറയും മക്കയിലേക്ക് തിരിച്ചെത്തി. കച്ചവട ചരക്കുകളുടെ ഉടമസ്ഥയായ ഖദീജ ബീവിക്ക് കച്ചവടത്തിൻ്റെ വിജയത്തിലും കിട്ടിയ ലാഭത്തിലും വലിയ സന്തോഷമുണ്ടായെങ്കിലും അൽ അമീനിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച അത്ഭുത സംഭവങ്ങളും ഭൃത്യനായ മൈസറ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ച അത്ഭുതങ്ങൾ പറഞ്ഞു കേട്ടതും അതിലേറെ വലിയ സന്തോഷമുണ്ടാക്കി. അൽ അമീനോട് മനസ്സിൽ എന്തെന്നില്ലാത്ത ആദരവും സ്നേഹവും അവിടുത്തോട് വലിയ ആഗ്രഹവും മഹദിയായ ഖദീജ ബീവിക്ക് മനസ്സിൽ തോന്നിത്തുടങ്ങി. ആദ്യ വിവാഹത്തിലെ ഭർത്താവ് മരണപ്പെട്ട് രണ്ടാമത് വിവാഹം കഴിച്ച് ആ ഭർത്താവും മരണപ്പെട്ട് ആ ഭർത്താവിൽ നിന്ന് ലഭിച്ച അനന്തര സ്വത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്കുകൾ എല്ലാം ഉപയോഗപ്പെടുത്തി ഇനിയൊരു കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് വ്യാപാര മേഖലയിൽ വ്യാപൃതയായ 3 കുട്ടികളുടെ ഉമ്മയായ 40 വയസ്സുകാരിയായ വിധവയായ ഖദീജ ബീവിക്ക് അൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകണം എന്ന വല്ലാത്ത ആഗ്രഹം മനസ്സിൽ ജനിച്ചു. ആ ആഗ്രഹം തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ നഫീസ ബിൻത്ത് മുൻയ എന്ന സ്ത്രീയോട് പറയുന്നു. അവർ ഞാനിത് തന്ത്രപരമായി കൈകാര്യം ചെയ്യാമെന്ന് വാക്കുകൊടുക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് നഫീസ ചോദിക്കുന്നു, താങ്കൾക്ക് എന്താണ് വിവാഹം നടത്താനുള്ള തടസ്സം? നിങ്ങൾ നല്ലൊരു യുവാവായിട്ടുണ്ടല്ലോ, വിവാഹം കഴിക്കാത്തത് എന്താണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, വിവാഹം നടത്തുവാൻ ആവശ്യമായ പണമൊന്നും എൻ്റെ കയ്യിലില്ല. നഫീസ പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയും വലിയ സമ്പത്തും അന്തസ്സും ആഭിജാത്യവും ഒക്കെയുള്ള അനുയോജ്യമായൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുകയും ചെയ്താലോ? അങ്ങനെയായാൽ നിങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമാകൂലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നഫീസ പറഞ്ഞു, ഖുവൈലിദിൻ്റെ പുത്രിയായ ഖദീജയെ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയം പ്രകടിപ്പിച്ചു, അത് നടക്കുമോ? അതിന് സാധ്യതയുണ്ടോ? നഫീസ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നബി തങ്ങൾ സമ്മതം മൂളി. നഫീസ വളരെ സന്തോഷത്തോടെ ഖദീജ ബീവിയുടെ അരികിലേക്ക് എത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഖദീജ ബീവി ഔദ്യോഗികമായി ഒരു ദൂതനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം പിതൃവ്യനായ അബൂ താലിബിൻ്റെ അടുക്കൽ പോയി പറയുന്നു. അബൂ താലിബ് വലിയ ഒരു സന്തോഷവാർത്ത കേട്ട പ്രതീതിയിലാണ് പ്രതികരിച്ചത്. വിവാഹാന്വേഷണത്തിന് അബൂ താലിബ് തന്നെ നേരിട്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്കെത്തി. ഖദീജ ബീവി വളരെ സ്നേഹാദരവുകളോടുകൂടെ അവരെ സ്വീകരിച്ചു. ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദ് ഫിജാർ യുദ്ധത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടതുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കുടുംബത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതുമായ കുടുംബകാരണവരും ഖദീജ ബീവിയുടെ പിതൃവ്യനുമായ അംറു ബിനു അസദിനോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഖദീജ ബീവി ആവശ്യപ്പെട്ടു. അങ്ങനെ വിവാഹ നിശ്ചയങ്ങളൊക്കെ കഴിഞ്ഞു. നിശ്ചയിച്ചത് പ്രകാരം വിവാഹം നടക്കുന്നത് വധുവിൻ്റെ ഗൃഹത്തിൽ വെച്ചാണ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ മംഗല്യം സമംഗളമായി നടക്കാനിരിക്കുകയാണ്. അബൂ ത്വാലിബ് ഖുറൈശി പ്രമുഖരെയെല്ലാം കൂട്ടി വധുവിൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. പുതുമണവാളനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും അൽ അമീനായ 25കാരനായ സുന്ദരനും സുമുഖനുമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണിഞ്ഞൊരുങ്ങി കൂടെ പോകുന്നു. ആ പ്രമുഖരുടെ കൂട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരായ അബ്ബാസ്, ഹംസ എന്നിവരൊക്കെയുണ്ട്. അതിസമ്പന്നയും വലിയ വർത്തക പ്രമുഖയുമായ
ഖദീജ ബീവിയുടെ വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട്. അവിടുത്തെ തോഴിമാരൊക്കെ ദഫ്മുട്ടി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഖദീജ ബീവിയുടെ കുടുംബക്കാരൊക്കെ പിതൃവ്യനായ അംറു ബിൻ അസദിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ വന്ന് അവിടെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിതൃവ്യനായ അബൂ ത്വാലിബും കുടുംബക്കാരും കയറി ചെല്ലുന്നത്. ഖദീജ ബീവിയുടെ പിതൃവ്യ പുത്രനും വലിയ വേദപണ്ഡിതനുമായ വറഖത്ത് ബിൻ നൗഫലാണ് അവിടെ മുഖ്യ അതിഥിയായി ഉള്ളത്. വിവാഹകർമ്മങ്ങൾ ആരംഭിച്ചു. നിക്കാഹിൻ്റെ ഖുതുബ ആദ്യമായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നത് അബൂ ത്വാലിബ് തന്നെയാണ്. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഞങ്ങൾ അവൻ ഇബ്രാഹീമി സന്തതികളിലും ഇസ്മായിലിൻ്റെ പിൻഗാമികളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഞങ്ങളെ അവൻ്റെ ഭവനത്തിൻ്റെ പരിചാരകരും ഹറമിൻ്റെ കാവൽക്കാരുമാക്കിയിരിക്കുന്നു. നിശ്ചയം എൻ്റെ സഹോദരപുത്രനായ മുഹമ്മദ് ബിൻ അബ്ദുള്ള അവരുമായി ഏതൊരാളെ തുലനം ചെയ്താലും ഏറ്റവും മുമ്പിലെത്തുക എൻ്റെ സഹോദരപുത്രനാണ്. മഹത്വം, തൻ്റെ ഇടം, ശ്രേഷ്ഠത, ബുദ്ധി, സൗന്ദര്യം എന്നിവയിലൊക്കെ എൻ്റെ സഹോദരപുത്രൻ അജയ്യനാണ്. അത്തരത്തിൽ എല്ലാ ശ്രേഷ്ഠതകൾക്കും ഉടമയായ എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള നിങ്ങളുടെ ബഹുമാന്യ പുത്രി ഖദീജയെ വിവാഹം നടത്തുകയാണ്. അതിനുവേണ്ടി വിവാഹമൂല്യം മഹറായി നൽകുന്നത് 12.5 ഊക്കിയ സ്വർണമാണ്. അബൂ താലിബിൻ്റെ പ്രഭാഷണത്തിന് ശേഷം വധുവിൻ്റെ ഭാഗത്ത് നിന്ന് പിതൃവ്യനായ അംറു ബിൻ അസദ് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ പറഞ്ഞ എല്ലാം വളരെ കൃത്യമാണ്. നിങ്ങളുടെ മകൻ സർവാംഗീകൃതനാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള വിവാഹത്തിനുള്ള അപേക്ഷ ഒരിക്കലും നിരാകരിക്കപ്പെടൂല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഖുറൈശി സമൂഹമേ, നിങ്ങളെല്ലാം സാക്ഷികൾ. അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദും ഖുവൈലിദിൻ്റെ പുത്രി ഖദീജയും തമ്മിൽ വിവാഹിതരായിരിക്കുന്നു. മഹത്തായ വിവാഹ ഉടമ്പടി പൂർത്തിയായി. ഖദീജ ബീവി വളരെ സന്തോഷത്തിലാണ്. ലോകത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വത്തെ ഭർത്താവായി ലഭിച്ചതിൽ, ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം ലഭിച്ചതിൽ ഖദീജ ബീവി വലിയ സംതൃപ്തയാണ്. വിവാഹ വീട്ടിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഖദീജ ബീവി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പശുവിനെ അറുത്തുകൊണ്ടുള്ള ഭക്ഷണമായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ശേഷം വലീമത്തെന്ന നിലക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 2 ഒട്ടകങ്ങൾ അറുത്ത് വിവാഹ സദ്യ നൽകി. ഖുറൈശി പ്രമുഖരും അതുപോലെ മക്കാ നിവാസികളും എല്ലാവരും വളരെയധികം സന്തോഷിച്ച ഒരു വിവാഹമാണ് മക്കയിൽ നടന്നത്. എല്ലാവരും ആശംസകൾ കൈമാറാൻ തിരക്കുകൂടുകയായിരുന്നു. നബി തങ്ങളുടെ ഈ വിവാഹം ഇത്ര സുന്ദരമായി നടന്നതിൽ ഏറ്റവും വലിയ സന്തോഷം സംരക്ഷകനായിരുന്ന പിതൃവ്യനായ അബൂ താലിബിന് തന്നെയായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചതിന് അതിരില്ല. അത്രത്തോളം സന്തോഷത്തോടെ ഒരുപാട് അള്ളാഹുവിന് അദ്ദേഹം സ്തുതികൾ അർപ്പിച്ചു. നബി തങ്ങൾ ഖദീജ ബീവിക്ക് നൽകിയ മഹർ, വിവാഹമൂല്യം വളരെ കനപ്പെട്ടതായിരുന്നു. 12.5 ഊക്കിയ സ്വർണം. ഒരു ഊക്കിയ എന്ന് പറയുന്നത് 40 സ്വർണ്ണ ദിർഹമാണ്. 12.5 ഊക്കിയ എന്ന് പറയുന്നത് 500 സ്വർണ്ണ ദിർഹം. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് മഹർ നൽകിയത്. ഇത്രയും വലിയ സംഖ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹറായി മറ്റ് ഭാര്യമാർക്കാർക്കും നൽകിയിട്ടില്ല. നല്ല യുവാവായ 25 വയസ്സുകാരനായ നല്ല സുന്ദരനും സുമുഖനുമായ ചുറുചുറുക്കുള്ള ആരോഗ്യ ദൃഢഗാത്രരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് ഏത് തരുണികളെയും ലഭിക്കുമായിരുന്നു. എന്നിട്ടും വിധവയായ 2 കല്യാണങ്ങൾ കഴിഞ്ഞ 3 മക്കളുടെ മാതാവായ 40കാരിയായ അഥവാ തൻ്റെ വയസ്സിനേക്കാളും 15 വയസ്സ് മേലെയുള്ള ഖദീജ ബീവിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള കാരണം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും നടപ്പിലാക്കലുമായിരുന്നു. ഖദീജ ബീവിയുടെ 2ാമത്തെ വിവാഹത്തിലെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം വലിയ സൗന്ദര്യവതിയും
നല്ല സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉടമയും അതിസമ്പന്നയുമായ ഖദീജ ബീവിയെ വിവാഹമന്വേഷിച്ച് മക്കയിലെ എല്ലാ പ്രമാണിമാരും അടുത്തു ചെന്നിട്ടുണ്ട്. എല്ലാ ആളുകളും വലിയ വിവാഹമൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖദീജ ബീവി അതിനൊന്നും കൂട്ടാക്കാതെ, അതിനൊന്നും സമ്മതം മൂളാതെ അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിന് കാത്തിരിക്കുകയായിരുന്നു. തീർത്തും അനാഥനായി ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവാഹത്തോടുകൂടെ സനാഥനായി തീരുന്ന രംഗമാണ് കണ്ടത്. മനസ്സിനും ശരീരത്തിനുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പരിപൂർണ അത്താണിയായി പ്രവർത്തിക്കാൻ സ്നേഹനിധിയായ ഖദീജ ബീവിക്ക് കഴിഞ്ഞു. എല്ലാ നിലക്കുമുള്ള അവരുടെ സഹായ സഹകരണങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും വലിയ താങ്ങും തണലുമായിട്ടുണ്ട്. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും സഹായിച്ചുമൊക്കെ ലോകത്തെ ഏറ്റവും സുന്ദരമായ, ലോകത്തെ ഏറ്റവും മാതൃകാപരമായ ദാമ്പത്യം നയിച്ച ആ ദമ്പതികൾ ഒരുമിച്ച് ജീവിച്ച് 25 വർഷം കഴിഞ്ഞ് 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി മരിച്ചു പിരിയുന്നത് വരെ തിരുനബി മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല. അക്കാലത്തും ബഹുഭാര്യത്വം എന്നുള്ളത് അറേബ്യയിലെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിരുന്നു. എന്നിട്ടും ഖദീജ ബീവിയെ മാത്രം ഭാര്യയായി സ്വീകരിച്ച് 25 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും സുന്ദരമായ ദാമ്പത്യം നയിച്ചു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.